Real line 0, 0 on the right positive real numbers, left negative real numbers. X ഉം Y ഉം രണ്ട് real numbers ആണെങ്കിൽ X ഉം Y ഉം രണ്ട് real numbers ആണെങ്കിൽ അത് X less than Y ആണെങ്കിൽ X less than Y ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ R എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ കാണാൻ കഴിയും എന്നാണ് P by Q or M by N ഫോമിലുള്ള ഒരു റാഷണൽ നമ്പർ എക്സിനും വൈക്കും ഇടയിൽ കാണാൻ കഴിയും എന്നുള്ളതിനാണ് ഡെൻസിറ്റി തിയറം എന്ന് പറയുന്നത്. If X and Y are two real numbers and X less than Y, then there exists a rational number R such that X less than or less than Y. This is called the density theorem. If X and Y are real numbers, X comma Y are real numbers, X less than Y, ഇത് രണ്ടാണ് നമ്മുടെ assumption. ഇത് രണ്ടും ശരിയാണെങ്കിൽ X ഉം Y ഉം real numbers ആണ്, X Y നെക്കാളും കുറവാണ്, then there exists R belongs to Q. R is a rational number. There exists a rational number R such that X less than or less than Y. This result is called a density theorem. അപ്പോൾ ഡെൻസിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം നമുക്കറിയാം എക്സ് ലെസ് ദാൻ വൈ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് എക്സ് ലെസ് ദാൻ വൈ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മള് എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, കാരണം എക്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടി. അപ്പൊ അസ്യൂം എക്സ് പോസിറ്റീവ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. അതിന്റെ ആവശ്യം എന്താണെന്ന് പിന്നീട് പറയാം. എക്സ് പോസിറ്റീവ് എടുക്കാൻ കാരണം എന്താണെന്ന് പിന്നീട് പറയാം. അപ്പൊ ആദ്യം എക്സ് പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി എക്സ് ലെസ് ദാൻ വൈ ആയതുകൊണ്ട് വൈ മൈനസ് എക്സ് ഈസ് പോസിറ്റീവ്. y minus x is positive. y minus x പോസിറ്റീവ് ആണെങ്കിൽ 1 by y minus x is a positive real number, is positive and a real number, right? y minus x is strictly positive ആയ real number ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ഉണ്ടാവും, കാരണം ഡിനോമിനേറ്റർ 0 ആവില്ലല്ലോ. y minus x strictly positive ആണെങ്കിൽ y minus x ഒരിക്കലും 0 ആവില്ല. അപ്പൊ 1 by y minus x എന്നുള്ള റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. What is Archimedean property? There exists a natural number to the right of any real number. ഏത് എക്സ് ഉണ്ടെങ്കിലും ആ എക്സിന്റെ അപ്പുറത്ത് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നുള്ളതാണ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. സോ നമ്മൾ y എക്സ് ലെസ് ദാൻ y എന്നുള്ളത് നമുക്ക് കിട്ടിയ y മൈനസ് എക്സ് പോസിറ്റീവ് ആണ്. y മൈനസ് എക്സ് പോസിറ്റീവ് എന്ന് കിട്ടിയ y മൈനസ് എക്സിനല്ല നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. 1 by y minus x is a positive real number. There exists a natural number n such that 1 by y minus x less than n. By Archimedean property, there exists n belongs to n such that 1 by y minus x less than n. When I cross multiply then down 1 less than n into y minus x. That is 1 less than ny minus nx. Or 1 plus 1 plus nx strictly less than ny. This is the first equation. Again, ini nammal nx edukka. N is a natural number. We have assumed that x is positive.
So n and x are positive. Natural number 1, 2, 3, etc. Natural numbers are positive. X is positive. നമ്മൾ P എന്നുള്ള പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. So nx is positive. N is a natural number. X is a positive real number. X is a positive real number എന്ന് എവിടെ കിട്ടി? നമ്മൾ തുടങ്ങിയത് x പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. x പോസിറ്റീവ് ആണ് നമ്മൾ അസ്യൂം ചെയ്തു. n is a natural number. So nx is positive. ഇനി nx പോസിറ്റീവ് ആണെങ്കിൽ we have a result corollary of Archimedean property. ഇതാണ് ആ property. If y is positive, there exists ny belongs to n such that ny minus 1 less than or equal to y. ഇങ്ങനെ കണ്ടല്ലേ നോ അല്ലേ? ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറും ഒരു നാച്ചുറൽ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചതിന്റെയും ആ നാച്ചുറൽ നമ്പറിന്റെയും ഇടയിലായിരിക്കും. So if we apply this property to n, y ന്റെ സ്ഥാനത്ത് nx കൊടുക്കാം. അപ്പൊ there exists a natural number. ആ നാച്ചുറൽ നമ്പർ n by ക്ക് ഒരു m കൊടുക്കാം. Therefore by this result, by corollary of Archimedean property, there exists ny ആണ് ഇവിടെ നമ്മൾ m എന്ന് പറഞ്ഞു. There exists m belongs to n such that എന്തായിരിക്കും? എങ്ങനെ എഴുതാം? ny minus 1 ൽ നിന്ന് m minus 1 less than or equal to y, which is strictly less than m. Sorry, y അല്ല ഇവിടെ nx ആണ് അല്ലേ? y എന്ന് പറഞ്ഞാൽ nx ആണ്. y വരെ nx ആണ്. nx നാണ് നമ്മൾ Archimedean property അപ്ലൈ ചെയ്ത് there exists a natural number m such that m minus 1 less than or equal to nx less than m. Now ഇനി അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഒന്നാമത്തെ ഇക്വേഷൻ 1 plus nx less than ny, രണ്ടാമത്തെ ഇക്വേഷൻ m minus 1 less than or equal to nx less than m. ഇനി നമ്മൾ nx ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സോറി, nx ൽ നിന്നാണ് തുടങ്ങുന്നത്. nx ൽ നിന്ന് തുടങ്ങി എന്താണ്? nx less than m അല്ലേ? nx less than m എന്ന് കിട്ടുമല്ലോ ഇവിടുന്ന്, റൈറ്റ്? nx less than m എന്ന് ഇവിടുന്ന് കിട്ടുക. nx is strictly less than m. Now ഇവിടുന്ന് എന്താണ് കിട്ടുക? m less than 1 plus m less than or equal to 1 plus nx എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് എന്താണ് കിട്ടുക? ഇക്വേഷൻ നമ്പർ 1 ൽ നിന്ന് 1 plus nx strictly less than ny, strictly less than n into y ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ഇത് കിട്ടിയ ആൻസർ ആയി എന്ന് പറയാൻ കാരണം ഇനി ആദ്യത്തെ എടുക്കുക, that is nx less than m less than ny, ബാക്കി ഒഴിവാക്കുക. Divide throughout by n, that is x less than m by n less than y. That is this our r. There exists r equal to m by n belongs to q. കാരണം m is a natural number, n is a natural number. m by n is a rational number, and that rational number lies between x and y. So from x and y we constructed a rational number between x and y. If x comma y belongs to R, there exists an irrational number. There exists an irrational number such that irrational number z such that x less than z less than y.
അതായത് ഏത് രണ്ട് റിയൽ നമ്പറിന്റെ ഇടയിലും നമുക്കൊരു റാഷണലിനെ കണ്ടെത്താം എന്ന് പറഞ്ഞ പോലെ തന്നെ ഏത് രണ്ട് റിയൽ നമ്പറിന്റെ ഇടയിലും നമുക്കൊരു ഇറാഷണൽ നമ്പറിനെ കണ്ടെത്താം എന്നുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോ അത് വളരെ സിമ്പിൾ ആണ്. ഈ പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എക്സ് ബൈ റൂട്ട് 2 ലെസ് ദാൻ വൈ ബൈ റൂട്ട് 2 ആയിരിക്കും. ശരിയല്ലേ? 1/√2 കൊണ്ട് പോസിറ്റീവ് നമ്പർ കൊണ്ട് ഇനീക്വാലിറ്റിനെ ഡിവൈഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. എക്സ് ബൈ റൂട്ട് 2 ലെസ് ദാൻ വൈ ബൈ റൂട്ട് 2. ഇനി എക്സ് ബൈ റൂട്ട് 2 വൈ ബൈ റൂട്ട് 2 എന്നുള്ള നമ്പേഴ്സിന്, ഈ രണ്ട് നമ്പേഴ്സിന് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. This is a real number, this is a real number, this is a real number. So if x and y are two real numbers, there exists a rational number between them. Archimedes density theorem prakaram there exists r such that x by root 2 less than r less than y by root 2. Right? ഇത് നമുക്ക് എവിടുന്ന് കിട്ടും? Density theorem ന്ന് കിട്ടും. By density theorem there exists a rational number r such that x by root 2 less than r less than y by root 2. ഇനി root 2 കൊണ്ട് multiply നോക്കൂ. x less than r root 2 less than y. r root 2, r is rational, root 2 is irrational. Or rational or irrational multiply, this is an irrational number. So this irrational number lies between x and y. By n belongs to n എത്രയാണ്? ഇത് 1 ആണ്, നമുക്കറിയില്ലേ? Supreme of 1 by n belongs to n എത്രയാണ്? Infimum of 1 by n belongs to n എത്രയാണ്? 0 ആണ്. ഇതിലിപ്പോ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് ആണ്. ഇത് അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യണമായിരിക്കും ഒന്നുകൂടി നല്ലത്. Infimum of 1 by n belongs to n 0 ആണ്, നമുക്കറിയാം. ഇതെങ്ങനെ കിട്ടി? കാരണം ഈ പറഞ്ഞ പോലെ തന്നെ 1 by n 0 less than 1 by n less than or equal to 1. അപ്പോ ഇതിൽ നമുക്ക് എന്ത് പറയാം? 0 is a lower bound. Let w greater than 0 be the infimum. Let epsilon positive, then 1 by epsilon belongs to r by Archimedean property. Then നമ്മൾ ചെയ്തിട്ടുണ്ടോ? By Archimedean property there exists n belongs to n such that 1 by epsilon less than n or 1 by n less than epsilon. For നമുക്ക് കിട്ടതാണ് 0 strictly less than w. W is a lower bound for w infimum ആണ് നമ്മൾ എടുത്തത്. So w is an less than or equal to 1 by n. 1 by n less than epsilon. So we get 0 less than w less than epsilon. നമുക്കറിയാം this means w equal to 0 കാരണം 0 less than a less than epsilon for any epsilon greater than 0 means a equal to 0. അപ്പോൾ അത് പ്രകാരം ഇവിടെ w equal to 0 കിട്ടും. Supremum of a plus s എന്താണ്? a plus supremum s. അപ്പോൾ supremum of 1 plus 1 by n equal to 1 plus supremum of 1 by n. Supremum of 1 minus 1 by n 1 plus minus 1 by n equal to 1 plus supremum of minus 1 by n. ഇനി supremum of minus 1 by n കാണണമെങ്കിൽ supremum of as equal to a infimum s if a less than 0. ഇവിടെ a less than 0 ആണ്. ഇവിടെ നോക്കുക, ഇവിടെ minus 1 by n ആണ്, minus 1 into 1 by n ആണ്. minus 1 is less than 0. So this is equal to
is equal to 1 plus minus 1 into infimum of 1 by n. That is 1 minus infimum of 1 by n equal to 0. Is equal to 0. So 1 ആണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is supremum of 1 by n minus 1 by m, m comma n belongs to n. ഇതിന്റെ ആൻസർ പറഞ്ഞേ, ഇതിന്റെ ആൻസർ ആരെങ്കിലും പറഞ്ഞേ. supremum of 1 by n minus 1 by m. ഈ റിസൾട്ട് ഉപയോഗിക്കുക. supremum of a plus b equal to sub a plus b supremum of as equal to a infimum s ആയിരിക്കും if a less than 0. അതാണ് പ്രശ്നം. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ പുറത്തെടുത്താൽ സുപ്രീം ഇൻഫിമം ആവും. അതാണ് പ്രശ്നം.